ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ടർ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. കുറച്ച് സാധനങ്ങൾ മതി, നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ രാവിലത്തെ ജോലി വളരെ എളുപ്പമാകും. ഒരു ടെൻഷനും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റും. അധികം എരിവില്ലാതെ എടുത്താൽ കുട്ടികൾക്കും കഴിക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു ഡിപ്പിംഗ് ബാറ്റർ ഉണ്ടാക്കണം. അതിനുവേണ്ടി 2 കോഴിമുട്ട ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത് മധുരം വേണ്ടാത്തവർക്കാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. പിന്നെ ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ വീതം ടൊമാറ്റോയും അണിയനും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോറിയാണ്ടർ ലീവ്സ് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്കൊരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് കടലമാവ് ചേർക്കുക. അതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കുറച്ച് കട്ടിയിൽ കലക്കിയെടുക്കുക. ദോശമാവിൻ്റെ അയവിൽ കലക്കിയെടുക്കണം. കുറച്ച് വെള്ളം ചേർക്കുക. കൂടുതൽ വെള്ളം ചേർത്താൽ പിന്നെയും നമ്മൾ പൊടി ചേർക്കേണ്ടി വരും. അതുകൊണ്ട് ആദ്യമേ തന്നെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇത് കുറച്ച് കട്ടിയിൽ കലക്കിയെടുക്കുക. ഇതേതുപോലെ കുറച്ച് കട്ടിയായിട്ട് കലക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച എഗ്ഗ് ബാറ്റർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിപ്പിംഗ് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് നമുക്ക് ഒരു മോൾഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വേണമെങ്കിലും എടുക്കാം. ഞാൻ വട്ടത്തിലുള്ളൊരു മോൾഡ് എടുത്തിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ മാക്സിമം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ മോൾഡാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡിൻ്റെ മാക്സിമം പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വലിയ മോൾഡ് എടുത്തത്. നിങ്ങൾക്ക് ചെറുത് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. പിന്നെ ഇതിൻ്റെ കട്ട് ചെയ്ത ബാക്കി ഭാഗം നമുക്ക് പലഹാരത്തിലൊക്കെ നമ്മൾ പൊരിക്കണ പലഹാരത്തിലൊക്കെ ഇത് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾ കട്ട്ലറ്റിലൊക്കെ നമുക്കിത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനും ഉപയോഗിക്കാം. ഞാനിപ്പോൾ 2 ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി കൂടി ഞാനിത് റെഡിയാക്കിയിട്ടുണ്ട്. 6 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാൻ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. ഞാൻ ആകെ 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമാണ് കേട്ടോ ഈ പാനിലേക്ക് ഒഴിക്കുന്നത്. എന്നിട്ട് ഈ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും ഈ ബാറ്റർ ഒന്ന് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനിടാം. ഫ്രൈ ചെയ്യാനിടുമ്പോൾ കൂടുതലായിട്ട് തീ വയ്ക്കാതെ നമ്മളിത് ഇട്ട് കൊടുക്കുക. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ടാകണം. പിന്നെ എന്നിട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇത് ഓരോന്നും നമുക്ക് എത്ര എണ്ണം ഇടാൻ പറ്റുമോ അത്രയും ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കുന്നത്. അല്ലെങ്കിൽ ഈ ആദ്യം ഇടുന്നതൊക്കെ വേഗം കരിഞ്ഞു പോവും, പെട്ടെന്ന് മുരിയും. അപ്പോൾ അതുകൊണ്ട് എല്ലാം നമുക്ക് ഇട്ടതിന് ശേഷം മാത്രം നമുക്കത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പം ഞാൻ 2 എണ്ണം ഇട്ട് കഴിഞ്ഞു. ഞാൻ 3 എണ്ണമല്ല 4 എണ്ണം ഈ പാനിൽ റെഡിയാക്കാൻ പറ്റും. അതുകൊണ്ട് 4 എണ്ണമാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷമാണ് ഫ്ലെയിം കൂട്ടി വെക്കാൻ പോകുന്നത്. നമുക്കിത് ഇട്ടതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്കൊക്കെ നമുക്ക് ആ വെജിറ്റബിളും ബാറ്ററും ഒക്കെ കുറച്ച് അതിൻ്റെ മീതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പാനിൻ്റെ അരികിലുള്ള ഭാഗമൊക്കെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താലേ ആ ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിത് ഒന്ന് നടുവിലേക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഓരോന്നും നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുത്താൽ ആ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ താഴെ ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കിത് മറിച്ചിടാം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓരോന്നും മറിച്ചിട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും മറിച്ചിടുക.
ഫ്ലെയിം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മറിച്ചെടുക്കുക. മറിച്ചിട്ടതിന് ശേഷം ആ ഭാഗം ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക. എന്നാലേ കറക്റ്റ് പാകമാകുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ എണ്ണയിൽ മുരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വളരെ കുറച്ച് എണ്ണയിലാണ് ഇത് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ എണ്ണയിൽ മുക്കി പൊരിച്ചൊക്കെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഒത്തിരി എണ്ണ ഈ ബ്രെഡ് കുടിക്കും. അതുകൊണ്ട് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതിയാകും. നമുക്ക് നന്നായിട്ട് ഇത് മൊരിഞ്ഞ് കിട്ടും. പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ ബട്ടറൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്ക് അതായിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഈ പാനിലുള്ള ബാക്കിയുള്ള എണ്ണയിൽ തന്നെയാണ് ബാക്കി 2 ഉള്ളത് ഞാൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആകെ 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമാണ് നമ്മൾ ഈ 6 ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ഈ ബാക്കി വന്ന ബ്രെഡും റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാനിൽ നിന്ന് എടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ഇത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈ സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയിൽ കാണാം. താങ്ക് യു.